ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. പരീക്ഷകൾ അടുത്തടുത്ത് വരികയാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഐശ്വര്യ ഉണ്ട്, വൈഷ്ണവി ഉണ്ട്, സൂരജുണ്ട്. ഈ ഗ്രൂപ്പ് ഡിസ്കഷനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം. ഇനി ഏതെങ്കിലും വിഷയം പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അതിനെക്കുറിച്ചും പറയാം. ഏതായാലും ഞങ്ങൾ സിലബസ് അനുസരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ആ പഠിപ്പിച്ച ഭാഗങ്ങൾ ചോദ്യോത്തര മോഡലിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇല്ലേ, നമ്മൾ അങ്ങനെയല്ലേ തീരുമാനിച്ചത്? എല്ലാ ചാപ്റ്ററും ചോദ്യോത്തരം ഗ്രൂപ്പ് ഡിസ്കഷനിൽ അവതരിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് നമുക്ക് അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ വിടാൻ പറ്റുമെന്നാണ് എൻ്റെ ധാരണ. ഇന്നത്തെ ക്ലാസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാവർക്കും അറിയാം, AD 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. ഹെക്ടർ എന്ന കപ്പലിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത്. അവരുടെ പതാക യൂണിയൻ ജാക്കാണ്. നമ്മളെല്ലാവരും അത് പഠിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുമ്പോഴത്തേക്ക് മോൾ ചക്രവർത്തി ജഹാംഗീർ ചക്രവർത്തിയായിരുന്നു. ഈ വക കാര്യങ്ങളെല്ലാം നാം മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ആവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് സംഭവ പരമ്പരകൾ കഴിഞ്ഞു. 1869 ഗാന്ധി ജനിച്ചു. അതിനു മുമ്പ് നമുക്ക് പറയേണ്ടതുണ്ട്. അതായത് ഇംഗ്ലീഷുകാരനായ വ്യക്തി ഇവിടെ സന്ദർശിച്ചത് റാൾഫ് ഫിച്ചാണ്. അദ്ദേഹത്തെ മാർഗദർശിയായ ഇംഗ്ലീഷുകാരനെന്ന് പറയുന്നു. ബ്രിട്ടീഷുകാർ വരുന്നു. ബ്രിട്ടീഷുകാരുടെ കച്ചവട കേന്ദ്രങ്ങൾ സൂററ്റിലും മസൂലിപട്ടണം ആന്ധ്രാപ്രദേശിലാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അവിടെയൊക്കെ സ്ഥാപിക്കുന്നു. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് തന്നെ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ, ഇങ്ങനെ പല വിദേശ ശക്തികൾ, സാമ്രാജ്യത്വ രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്ത് വന്ന് കോളനികൾ സ്ഥാപിക്കാൻ നടത്തിയിട്ടുണ്ട്. ചിലർ വിജയിച്ചിട്ടുണ്ട്, ചിലർ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. എന്തായാലും ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ആദ്യത്തെ കലാപക്കൊടി നാട്ടിയത് ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15 നമ്മൾ പല ക്ലാസ്സുകളിൽ സംസാരിച്ചിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10 നമ്മൾ ക്ലാസ്സുകളിൽ സംസാരിച്ചിട്ടുണ്ട്. പ്ലാസി യുദ്ധം 1757 ജൂൺ 23 നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ബക്സാർ യുദ്ധം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. റെഗുലേറ്റിംഗ് ആക്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ശരിയല്ലേ? റെഗുലേറ്റിംഗ് ആക്ട് സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സ്വദേശി പ്രസ്ഥാനം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ബംഗാൾ വിഭജനത്തെക്കുറിച്ചൊക്കെ പല പ്രാവശ്യം നമ്മൾ സംസാരിച്ചാൽ നമുക്കത് വിട്ടുകളയാം. വിൻഡോ മോർലി ഭരണപരിഷ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഈ സംസാരിച്ച കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പോൾ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം നിന്ന് പങ്കിട്ടാൽ എന്ത് പറയുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് ഞങ്ങളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് തന്നെ പറഞ്ഞത് VD സവാർക്കറാണ്. എന്നാൽ ഇതിനെ ഒരു ശിപായി ലഹള എന്ന് പറഞ്ഞത് ആരാണ്? ജോൺ ലോറൻസ്. ഇതിനെ ശിപായി ലഹള എന്ന് പറഞ്ഞത്. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ മ്യൂട്ടണി എന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വൈഷ്ണവി? മ്യൂട്ടണി എന്ന് പറയുന്നത് ഈ പറയുന്ന സൈനികർക്കിടയിൽ മാത്രം ഉണ്ടാകുന്ന കലാപം, സൈനികർക്ക് ഇടയിലുണ്ടാകുന്ന കലാപത്തെയാണ് എന്ത് പറയുന്നത്? മ്യൂട്ടണി. 1857 മ്യൂട്ടണി എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരാണ് ആദ്യം ഈ കലാപം സംഘടിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇതിനെ മ്യൂട്ടണി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചപ്പാത്തിയും താമരയും ഏത് സമരത്തിൻ്റെ ചിഹ്നമായിരുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചിഹ്നമായിരുന്നു. അപ്പോൾ നമ്മുടെ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം ഒന്ന് ചോദിക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ദേശീയ കലാപം എന്ന് പറഞ്ഞാൽ കാറൽ മാർക്സാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെയാണെന്നുള്ള അറിയാം. 1857 മീററ്റ് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. മീററ്റിൽ ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരാണെന്ന് വെച്ചാൽ കദം സിംഗ് ആണ്. ആരാണ്? കദം സിംഗ്. ഈ സെൻറ്റേഴ്സും നേതാക്കന്മാരും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇപ്പോഴും ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചു. കദം സിംഗ്. മീററ്റ് ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ നഗരമെന്നാണ് മീററ്റിനെ അറിയപ്പെടുന്നത്. ഉത്തർപ്രദേശിലാണ് മീററ്റ്, നിങ്ങൾ നേരത്തെ പറഞ്ഞു. ഈ സമരം കൂടുതൽ വ്യാപിച്ചത് എവിടെയാണ്? ഒന്ന് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഉത്തരേന്ത്യ, വടക്കേ ഇന്ത്യയിൽ തന്നെ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് വ്യാപിച്ചത്. ഏകദേശം 10 ലക്ഷം ആളുകളാണ് മരിച്ചത്.
ബ്രിട്ടീഷുകാരായ സൈനികർ 80,000-ലധികം സൈനികരും ഈ കലാപത്തിൽ മരിച്ചിട്ടുണ്ട്. അങ്ങനെ വിപുലമായൊരു കലാപമാണ്. പക്ഷേ കലാപത്തിൻ്റെ അലകൾ ബോംബെയിലുണ്ടായില്ല, ബംഗാളിലുണ്ടായില്ല, പഞ്ചാബിലുണ്ടായിട്ടില്ല. ഒരു ചെറിയ കേന്ദ്രത്തിലാണ് ഈ കലാപം ഉണ്ടായെന്നുള്ളത് സത്യമാണ്. ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന ആദ്യത്തെ ഇന്ത്യയിലെ സംഘടിത കലാപം, ഇന്ത്യയിലെ, കേരളത്തിലെ നമുക്ക് ഓർമ്മയുണ്ടോ, അതാണ് ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിലെ സംഘടിത കലാപമാണ് ഈ കലാപം എന്ന് മനസ്സിലാക്കുക. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇത് പെട്ടെന്ന് തുടങ്ങാനുണ്ടായ കാരണം എന്താണ് ഐശ്വര്യ? പെട്ടെന്നുള്ള കാരണം എന്ന് പറയുന്നത് ഈ സൈനികർ ഉപയോഗിക്കുന്ന എൻഫീൽഡ് തോക്കില് ഉപയോഗിക്കുന്ന തിരകളില് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടി എന്നുള്ള ഒരു കള്ളം ഒരു കിംവദന്തി എന്നാണ് പറയുന്നത്. ശരിയാണോ തെറ്റാണോ നമുക്ക് അറിഞ്ഞില്ല. കിംവദന്തി പറഞ്ഞു വരുത്തിയെന്നും അപ്പോൾ ഇത് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഈ മതവികാരം വ്രണപ്പെട്ടുവെന്നും അതാണ് ഇതിനൊരു കാരണമെന്നും പറയുന്നു. അതൊക്കെ പോട്ടെ. പക്ഷേ എന്നിരുന്നാലും അതല്ല പ്രശ്നം. വിപ്ലവത്തിൻ്റെ തീപ്പൊരി എന്ന് തന്നെ അറിയപ്പെടുന്നത് ബാരക്പൂർ സംഭവമാണ്. എന്താണ് ഈ ബാരക്പൂർ സംഭവം? ബാരക്പൂർ എന്ന് പറയുന്നത് പട്ടാള ക്യാമ്പാണ്. അത് ഇവിടത്തെയാണ്, പശ്ചിമ ബംഗാളിലെ. ശരി. അവിടെ എന്താ സംഭവിച്ചത്? അവിടെയുള്ള ഒരു പട്ടാളക്കാരനായിരുന്നു മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തെ പരസ്യമായി എന്ത് ചെയ്തു? തൂക്കിക്കൊന്നു. ഈ മംഗൾ പാണ്ഡെ അറസ്റ്റ് ചെയ്യാൻ വിസമ്മതിച്ച ഒരു ഇന്ത്യൻ പട്ടാളക്കാരനെ തൂക്കി കൊന്നിട്ടുണ്ട്. ഈശ്വരി പ്രസാദ്. എന്താണ് ഈശ്വരി പ്രസാദ്? വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനായിട്ട് വേണം ചോദിക്കുക. ഈശ്വരി പ്രസാദ്. അപ്പോൾ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്, ഇല്ലേ? മംഗൾ പാണ്ഡെയാണ് ആദ്യത്തെ രക്തസാക്ഷി. ഈ വിപ്ലവത്തെക്കുറിച്ച് മറ്റു കാര്യങ്ങൾ പിന്നെ പരിശോധിക്കാം. നമുക്ക് അത്യാവശ്യം പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഈ വിപ്ലവം നടന്ന കേന്ദ്രങ്ങളും വിപ്ലവകാരികളും, അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. IAS മുതൽ ഇങ്ങനെ താഴോട്ട് ചോദിക്കുന്ന ഒരു നമ്പർ 1 ക്വസ്റ്റ്യൻ ഈ വിപ്ലവത്തിൻ്റെ സെൻറ്റേഴ്സും നേതൃത്വം കൊടുത്ത വ്യക്തികളും, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളുടെ സുഹൃത്തുക്കൾക്ക് അതൊന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു കൊടുത്താൽ എന്താ? തുടങ്ങിക്കോളും. തുടങ്ങാം. കുറച്ച് പറഞ്ഞ് ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ ഭാഗിച്ച് പറയാം, നല്ലതായിരിക്കും. ഞാൻ എല്ലാം ഒന്ന് കേട്ടോണ്ടിരിക്കാം. എന്താ? ഓക്കെ. അപ്പോൾ 1857 നമ്മൾ ഈ ക്വസ്റ്റ്യൻ തന്നെ എടുക്കാൻ കാരണം നമ്മുടെ 25/2024 നമ്മളത് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇപ്പം നടന്ന സിവിൽ എക്സൈസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിലെ ഒന്നാമത്തെ ചോദ്യമാണ് ഈ പറയുന്ന 1857 കലാപവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ. അപ്പോൾ നമുക്കിപ്പോൾ പ്രധാനമായിട്ട് ചോദിക്കുന്നത് കലാപകാരികളും അവർ നേതൃത്വം നൽകിയ, നമ്മൾ പറഞ്ഞു വടക്കേ ഇന്ത്യയിലാണ് കൂടുതലായിട്ട് ഇത് വ്യാപിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രദേശങ്ങളും നേതാക്കന്മാരുമാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് നമുക്ക് മീററ്റിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു മീററ്റിലാണ് ഇത് കൊച്ചി പുറപ്പെടുന്നത്. അവിടെ ഇതിന് നേതൃത്വം നൽകിയതാണ് കദം സിംഗ്. ശരിയാണ്. അതുപോലെ ഡൽഹിയിലാണെന്നുണ്ടെങ്കിൽ ഭക്തഖാനും അതുപോലെ തന്നെ അവിടെ ഡൽഹിയിൽ ചക്രവർത്തിയായിട്ട് കലാപകാരികൾ വാഴിച്ച ഒരു വ്യക്തിയാണ് ആര്? ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ സെക്കൻഡ് എന്ന് പറയുന്നത്. മുഗൾ ചക്രവർത്തി. അതെ. പിന്നെ ഉള്ളത് നമ്മുടെ നാനാ സാഹിബും താന്തിയ തോപ്പി എവിടെയാണ്? കാൺപൂരിലാണ് നാനാ സാഹിബും താന്തിയ തോപ്പി. നാനാ സാഹിബിന്റെ യഥാർത്ഥ പേരാണ് ഏതെന്ന് പറയുന്നത് ദോന്തു പന്ത്. താന്തിയ തോപ്പി ആണെന്നുണ്ടെങ്കിൽ രാമചന്ദ്ര പാണ്ഡുരംഗ്. ശരി. അപ്പോ ആ ഒരു നാനാ സാഹിബ് ആയിരുന്നു. അടുത്തത് ബാജിറാവു സാഹിബിന്റെ ദത്തുപുത്രനായിരുന്നു നാനാ സാഹിബ്. ശരി. അടുത്തത് പിന്നെയുള്ളത് നമ്മുടെ ഝാൻസിയില് ഗോളിയാറിലും ആരാണ്? ഝാൻസി റാണിയാണ്. മണികർണിക എന്നറിയപ്പെടുന്നത്. 1858 ജൂൺ 18 വധിച്ചത് ഹ്യൂഗ്രോസ്. ആരാണ്? ഹ്യൂഗ്രോസ് ആണെന്ന് പറഞ്ഞത് ഒരു പുരുഷനാണ്, അല്ലേ? ശരിയാണ്. അടുത്തത് ബീഹാറിൽ നേതൃത്വം കൊടുത്തത് കൻവർ സിംഗ് ആണ്. ആരയില് കൻവർ സിംഗ്. പിന്നെ അഹമ്മദുള്ള. ശരി. ഫൈസാബാദിലും മൗലവി അഹമ്മദുള്ള. ശരി. അടുത്തത് മണിറാം ദത്ത്. അത് പല പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ആസാമിന് നേതൃത്വം കൊടുത്തത് മണിറാം ദത്ത്. അടുത്തത് മധുരയില് ദേവി സിംഗ്. മധുരയില് ദേവി സിംഗ്. പിന്നെ ബീഗം ഹസ്രത് മഹൽ എന്നൊരു വ്യക്തി ഉണ്ടല്ലോ, അതാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ലക്നൗ, ആഗ്ര, അവധ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ബീഗം ഹസ്രത് മഹൽ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് വേറെ ബറേലിയിൽ ആരാണ് നേതൃത്വം കൊടുത്തത്? ഖാൻ ബഹദൂർ ഖാൻ. പറഞ്ഞിട്ടില്ല, അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ശരി. അപ്പോൾ ഇത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. ഇന്ന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഒന്നാം സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസൺ എന്ന പോലീസുകാരനാണ്, പട്ടാള മേധാവി.
ജോൺ നിക്കോൾസൺ. എന്നിട്ട് ബഹദൂർ ഷാ സഫറിനെ അങ്ങോട്ട് നാട് കടത്തി, റങ്കൂണിലേക്ക് നാട് കടത്തി. ഇനി അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനുള്ളത്, 1857 തുടങ്ങി 1858 വിപ്ലവത്തെ അടിച്ചമർത്തി. ശരിയാണല്ലോ. ഈ വിപ്ലവം നടക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരായിരുന്നു? ലോർഡ് കാനിങ് പ്രഭു ആയിരുന്നു അല്ലേ. 1857 കഴിഞ്ഞ് 58 വിക്ടോറിയ വിളംബരം വന്നു. വിക്ടോറിയ വിളംബരം, പ്രൊക്ലമേഷൻ ഓഫ് ക്വീൻ വിക്ടോറിയ. ഈ വിക്ടോറിയ വിളംബരത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഈ വിക്ടോറിയ വിളംബരത്തോടെയാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നത് എന്തായി മാറിയത്? വൈസ്രോയി എന്നായി മാറി. അപ്പം ആദ്യത്തെ വൈസ്രോയി ആര് തന്നെയാണ്? കാനിങ് പ്രഭു തന്നെയാണ്. അടുത്തത് 2. 1600 ഇവിടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിക്കുന്നത്. ആ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിലുള്ള അവരുടെ ഭരണം നേരിട്ട് രാജാവിന്, ബ്രിട്ടീഷ് ക്രൗണിന്റെ കീഴിൽ വന്നു. ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുക്കുകയാണ്. ശരി. അടുത്തത് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഒരു സെക്രട്ടറി കൂടെ അയച്ചു. ഒരു സെക്രട്ടറി കൂടെ കാര്യങ്ങൾ നടത്താനായിട്ട് അയച്ചു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതേ, ലോർഡ് ഡൽഹൌസി കൊണ്ടുവന്നിട്ടുള്ള ദത്താവകാശ നിരോധന നയം റദ്ദാക്കി. അതാണ് യഥാർത്ഥത്തിൽ 1857 വിപ്ലവം തുടങ്ങാൻ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. നാട്ടുരാജാക്കന്മാരുടെ ഇടയിൽ അസംതൃപ്തി ഉണ്ടായി. എന്നിരുന്നാലും ഇന്ത്യയിലുള്ള നാട്ടുരാജാക്കന്മാരിൽ 1% പോലും ഈ സമരത്തെ സഹായിച്ചില്ല എന്നുള്ളത് സത്യമാണ്. വളരെ കുറച്ച് നാട്ടുരാജാക്കന്മാരെ ഇതുമായി ബന്ധപ്പെട്ടു വന്നുള്ളൂ എന്നുള്ളതും സത്യാവസ്ഥയാണ്. ശരി. ലോർഡ് ഡൽഹൌസിയെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഡൽഹൌസിയെ കുറിച്ച് 1-2 പോയിന്റ് പറയുന്നത് നല്ലതായിരിക്കും. ഇന്ത്യയിൽ റെയിൽവേ ഏർപ്പെടുത്തിയത് ഡൽഹൌസി പ്രഭുവാണ്. ശരി. ആദ്യത്തെ റെയിൽവേ 1853 ഏപ്രിൽ 16 എവിടെ മുതൽ എവിടം വരെയാണെന്ന് ചോദിച്ചാൽ ബോംബെ മുതൽ താനെ വരെയാണ്. ശരി. പിന്നെ നമ്മൾ പറഞ്ഞു ദത്തവകാശ നിരോധന നയം ഏർപ്പെടുത്തിയത് ഡൽഹൌസി പ്രഭുവാണ്. ശരി. ഈ ദത്തവകാശ നിരോധന നയപ്രകാരം കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്നത് സത്താറ, സാമ്പൽപൂർ, നാഗ്പൂർ, ഉദയപൂർ തുടങ്ങിയവയും പ്ലസ് ഔദ് ദത്താവകാശ നിരോധന നയത്തിൻ്റെ കീഴിലല്ല. മിസ്മാനേജ്മെൻറ്റ്, ദുർഭരണമാണ് അവിടെ നടക്കുക. ചുമ്മയാണ് ഇതൊക്കെ പറഞ്ഞു പിടിച്ചെടുത്തു. ഈ അവധിനെ എൻ്റെ വായിൽ വീഴാൻ പോകുന്ന ചെറിയാണ് ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞത് ആരാണ്? ലോർഡ് ഡൽഹൌസിയാണ്. യഥാർത്ഥത്തിൽ റെയിൽവേയും ഒക്കെ ഏർപ്പെടുത്തിയ അദ്ദേഹമാണ് ഇന്ത്യയിലെ മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ആരെ തന്നെയാണ്? ഡൽഹൌസി പ്രഭുവിനെ തന്നെയാണ്. അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ്. എന്നാൽ കേരളത്തിൽ റെയിൽവേ വന്നതെന്നാണ് 1861. ഏത് മുതൽ ഏത് വരെ? തിരൂർ വരെ 1861 അല്ലേ ഇവിടുത്തെ വന്നത്. ബേപ്പൂർ ടു തിരൂർ. അത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ വിക്ടോറിയ വിളംബരം 1858 ആണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് നമുക്ക് കൂട്ടാം. ഇനി എന്താണ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ളത് ഇതിനകത്ത്? ഡൽഹി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത് ബഹദൂർ ഷാ സഫറിൻ്റെ മക്കളെയൊക്കെ കൊന്നു. കുട്ടികളെ പോലും അടിച്ചു കൊന്ന് സ്ട്രീറ്റിൽ കെട്ടിത്തൂക്കി. ഇങ്ങനെ ഒരുപാട് ക്രൂരകൃത്യങ്ങൾ ബ്രിട്ടീഷുകാർ ചെയ്തു. എന്നിട്ട് ബഹദൂർ ഷാ സഫറിനെ എങ്ങോട്ട് നാട് കടത്തി? റങ്കൂണിലേക്ക്. എവിടെയാണ് റങ്കൂൺ? ബർമയിലേക്ക്. വേറൊരാളെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതല്ല. ഒരു സ്വാതന്ത്ര്യസമര സേനാനിയെ മ്യാൻമാറിലേക്ക് നാട് കടത്തി. അവിടെ വെച്ച് അദ്ദേഹം പ്രശസ്തമായ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, തിലകൻ. ഏത് പുസ്തകം? ഗീതാരഹസ്യം. മാണ്ഡലെ ജയിൽ. അത് മ്യാൻമാറിലാണ്, പഴയ ബർമ്മ, ഇന്നത്തെ മ്യാൻമാർ. അവിടെ വെച്ചാണത് എഴുതിയതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് കൂട്ടേണ്ടതുണ്ട്. അടുത്ത പോയിന്റ് എന്താണ്? അടുത്ത പോയിന്റ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് പറഞ്ഞു? വി.ഡി. സവർക്കറാണ്. സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകം എഴുതിയതും ആരാണ്? വി.ഡി. സവർക്കർ തന്നെയാണ്. വേറെ ഐശ്വര്യ, ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. ഞാൻ അതിൻ്റെ ക്ലൂ തരും, ഐശ്വര്യ ബാക്കി പൂരിപ്പിക്കണം. അപ്പോൾ ഈ ബോർഡിലായിരിക്കുമെന്ന് നല്ലതെന്ന് തോന്നും അല്ലേ? പറയൂ. നമ്മൾ ബോർഡിൽ പ്രധാനപ്പെട്ട INC സമ്മേളനങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ഒന്ന്, നാഗ്പൂർ സമ്മേളനം. 1920 നാഗ്പൂർ സമ്മേളനം നടക്കുന്നത്. ഈ നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് CV വിജയരാഘവ ആചാര്യർ ആണ്. ശരി. CV വിജയരാഘവ ആചാര്യർ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ ഈ നാഗ്പൂർ എവിടെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞുകൂടാത്ത കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ പറഞ്ഞു കൊടുക്കണേ വേണ്ടേ? നാഗ്പൂർ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണ്. ഓറഞ്ച് പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് ഒന്ന്. 1925 RSS രൂപീകരിച്ച് നാഗ്പൂരിലാണ് അല്ലേ? ശരി. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്ത് വരുന്ന പട്ടണം ഒരു മാർക്ക് നാഗ്പൂരാണ്. അടുത്തത്. അപ്പൊ നമ്മൾ
1920 നാഗ്പൂർ സമ്മേളനമാണ് പറഞ്ഞത്. 1920 തന്നെ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച INC സമ്മേളനവും നാഗ്പൂർ സമ്മേളനമാണ്. അപ്പൊ അതായിരുന്നു അതിന്റെ പ്രത്യേകത. അടുത്ത സമ്മേളനം ബോംബെ സമ്മേളനമാണ്. നമുക്കറിയാം 1885 ഡിസംബർ 28-നാണ് INC രൂപീകരിക്കുന്നത്. എവിടെ വെച്ചിട്ടാണ്? ബോംബെയിൽ വെച്ചിട്ടാണ്. INCയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് ബോംബെയിലാണ് 1885-ല്. അധ്യക്ഷൻ എന്ന് പറയുന്നത് WC ബാനർജിയാണ്. 72 പ്രതിനിധികളാണ് അന്ന് അവിടെ പങ്കെടുത്തത്. ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ അല്ലെ, പൂനെയിൽ വെച്ചാണ് നടത്താൻ തീരുമാനിച്ചത്. പ്ലേഗ് കാരണം നമ്മൾ എങ്ങോട്ട് വന്നത്? ബോംബെയിലേക്ക് വന്നു. ശരി, അതിന്റെ പിതാവാണ് യേവോ ഹ്യൂ. ശരി, INCയുടെ രൂപീകരണത്തിൽ പങ്കെടുത്ത മലയാളി ചോദിക്കുകയാണെങ്കിൽ അത് GP പിള്ളയാണ്. ശരിയാണ്. അടുത്തത് ബോംബെ സമ്മേളനം തന്നെയാണ്. 1942-ലെ ബോംബെയിലെ INC സമ്മേളനം. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മൗലാന അബുൽ കലാം ആസാദ് ആണ്. ഈ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്. ശരി. അടുത്തത് 1929-ലെ ലാഹോർ സമ്മേളനമാണ്. ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ട INC സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. അതുകൂടാതെ ഉപ്പു സത്യാഗ്രഹം നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച INC സമ്മേളനവും ഏതാണ്? ലാഹോർ കോൺഗ്രസും ലാഹോർ സമ്മേളനമാണ്. ലാഹോർ സമ്മേളനം സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചതെന്നാണ് 1930 ജനുവരി 26-നാണ് ലാഹോർ സമ്മേളനം സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചത്. ശരി, അടുത്തത് സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ഗാന്ധിജിയാണ്. അതിന്റെ സ്മരണാർത്ഥമാണ് ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് തെരഞ്ഞെടുത്തത്. ശരിയാണ്. അടുത്തത് സൂററ്റ് കോൺഗ്രസ് ആണ്. 1907-ലാണ് സൂററ്റ് കോൺഗ്രസ്. സൂററ്റ് എന്ന് പറയുന്നത് ഗുജറാത്തിലാണ്. ഈ സൂററ്റ് കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് റാഷ് ബിഹാരി ഘോഷ് ആണ്. റാഷ് ബിഹാരി ഘോഷ്. INCയുടെ ഒരു വിഭജനം ഉണ്ടായ സമ്മേളനമാണ് സൂററ്റ് സമ്മേളനം. മിതവാദികളും തീവ്രവാദികളും പിരിഞ്ഞുപോയത്. സൂററ്റ് എവിടെയാണ്? സൂററ്റ് ഗുജറാത്തിലാണ്. സൂററ്റ് ഏത് നദിയുടെ തീരത്താണ്? താപ്തി നദിയുടെ തീരത്താണ് സൂററ്റ്. അത് ഗുജറാത്തിലാണ് അല്ലേ? ശരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1-2 ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചോട്ടെ. നെഹ്റു എത്ര തീരെ INC പ്രസിഡന്റ് ആയിട്ടുണ്ട്? 3 ഏതൊക്കെയാണ്? 1929, 1936 2 തവണ. ഗാന്ധിജി എത്ര തീരെ INC പ്രസിഡന്റ് ആയിട്ടുണ്ട്? എപ്പോഴാണ്? 1924 ബെൽഗാം കോൺഗ്രസിൽ അധ്യക്ഷനായി. ബെൽഗാം കർണാടക. നമ്മളെപ്പോഴും പറയുമ്പോൾ അതുകൂടെ ഒന്ന് ചേർത്ത് പറയണം, കാരണം ഇത് അറിഞ്ഞിടാത്ത ആരെങ്കിലും ഉണ്ടാവും ഇല്ലേ? ബെൽഗാം കർണാടകത്തിലാണ്. ശരി, അപ്പോൾ നമുക്കിനി ബാക്കി ഭാഗത്തേക്ക് പോകാം. ശരി, വരൂ. 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാൻ പോവുകയാണ്. പിന്നെ എൻ്റെ ഐശ്വര്യ എഴുതിയിട്ടൊക്കെ വരില്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, വൈഷ്ണവിയുടെ അടുത്ത് ചോദിക്കാം. വൈഷ്ണവി, ഒരാൾ എഴുതിയ വാക്യമാണ്, ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. കുത്ത്. ഇതാര് പറഞ്ഞതാണ്? ജസ്റ്റിസ് ഹിദായത്തുള്ള. അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാം. രണ്ടാമത്തെ ആക്ടിംഗ് പ്രസിഡന്റ്. അപ്പൊ ആദ്യത്തെ ആരാ? വി വി ഗിരി. 1952 മുതൽ 62 വരെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. 1952-62 വൈസ് പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു. 62 കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പ്രസിഡന്റായി 67 വരെ. 67 ഫുൾ ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ സക്കീർ ഹുസൈനെ ഇന്ത്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. 3ാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. സക്കീർ ഹുസൈൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും വി വി ഗിരി വൈസ് പ്രസിഡന്റുമായിരുന്നു. അപ്പോൾ സക്കീർ ഹുസൈൻ 1969 മരിച്ചുപോയി. അപ്പോൾ വി വി ഗിരി ആക്ടിംഗ് പ്രസിഡന്റായി. അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. 1900. അപ്പോൾ ഒരു പ്രസിഡന്റ് മരിച്ചാൽ 6 മാസത്തിനകത്ത് എന്ത് ചെയ്യണം? വീണ്ടും പ്രസിഡന്റ് ഇലക്ഷൻ നടത്തണം അല്ലേ? ശരി. അങ്ങനെ പ്രസിഡന്റ് ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചപ്പോഴത്തേക്ക് 69 തീരുമാനിച്ചപ്പോൾ ആക്ടിംഗ് പ്രസിഡൻ്റായിരുന്ന വി വി ഗിരി പ്രസിഡന്റ് ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടി സ്ഥാനം ത്യജിച്ചു, കളഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ഇന്ത്യക്ക് പ്രസിഡന്റും ഇല്ല, വൈസ് പ്രസിഡന്റും ഇല്ല. ഇത് വളരെ റെയറായിട്ടുണ്ടാകുന്ന സംഭവമാണ്. പ്രസിഡന്റും ഇല്ല, വൈസ് പ്രസിഡന്റും ഇല്ല. പ്രസിഡന്റ് മരിച്ചുപോയി. വൈസ് പ്രസിഡന്റ് ആക്ടിംഗ് പ്രസിഡൻ്റായിരുന്ന വ്യക്തി പ്രസിഡന്റ് ഇലക്ഷൻ മത്സരിക്കാൻ പോയി. 1969 വി വി ഗിരിയും നീലം സഞ്ജീവ റെഡ്ഡിയും തമ്മിലാണ് മത്സരിച്ചത്. വി വി ഗിരി ജയിച്ചു. അതൊക്കെ നമ്മൾ പിന്നെ ചരിത്രത്തിൽ കണ്ടതാണ്. അപ്പോൾ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ഹിദായത്തുള്ള ആക്ടിംഗ് പ്രസിഡന്റായി സ്ഥാനമേറ്റു. ആക്ടിംഗ് പ്രസിഡന്റായി. അപ്പോൾ ആക്ടിംഗ് പ്രസിഡന്റ് ആകുന്ന 2ാമത്തെ വ്യക്തിയാണ് ആര്?
മുഹമ്മദ് ഹിദായത്തുള്ള. പിന്നെ പ്രസിഡന്റ് ഇലക്ഷൻ നടന്നു. വി ഗിരിയെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. അത് 74 വരെ പ്രസിഡന്റായി തുടരുകയും ചെയ്തു വി ഗിരി. ഇതാണ് ആക്ടിംഗ് പ്രസിഡന്റിനെ കുറിച്ച് പറയാനുള്ളത്. പക്ഷേ ആക്ടിംഗ് പ്രസിഡന്റിനെ കുറിച്ച് വേറെ ഒന്നുകൂടെ പറയാനുണ്ട്. 1977 ഫക്രുദ്ദീൻ അലി അഹമ്മദ് മരിച്ചു ഇല്ലേ? അപ്പോൾ അന്നത്തെ വൈസ് പ്രസിഡന്റ് ആക്ടിംഗ് പ്രസിഡന്റായി. ആരാണ്? ബി ഡി ജെട്ടി. അപ്പോൾ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ആരാണ്? ബി ഡി ജെട്ടിയാണ്. ഇതും എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വയ്ക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതിനോടനുബന്ധിച്ച് 1-2 അല്ലാത്ത ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കുകയാണ്. ആമുഖം ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്നാണ്. 1947 ജനുവരി 22. ജനുവരി 22. ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അങ്ങോട്ട് നോക്കി വേണം നിങ്ങൾ സംസാരിക്കുക. നമ്മൾ ആളിലൊക്കെ അങ്ങോട്ടല്ലേ ഇരിക്കുന്നത്. ദേശീയ പതാക ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്നാണ്. 1947 ജൂലൈ 22. ജൂലൈ 22 ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്നാണ്. 1949 നവംബർ 26. നവംബർ 26 ശരിയല്ലേ? ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഈ വനമഹോത്സവം ആരംഭിച്ചത് 1950 കെ എം മുൻഷി. ആരാണ്? കെ എം മുൻഷിയാണ് വനമഹോത്സവവും അതുപോലെ തന്നെ ഭാരതീയ വിദ്യാഭവനും ആരംഭിച്ചത് കെ എം മുൻഷിയാണ്. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ശരി, അങ്ങനെയാണെങ്കിൽ 1-2 മറ്റ് കാര്യങ്ങളൂടെ ചോദിക്കുകയാണ്. മൗലിക അവകാശങ്ങൾ പാർട്ട് 3 പറയുന്നത്. ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലികാവകാശത്തെ കുറിച്ച് പറയുന്നത്. ഈ മൗലികാവകാശങ്ങളിൽ ഇന്ത്യക്കാർക്ക് മാത്രം അവകാശപ്പെട്ടത് ഏതാണ്? എല്ലാ ഇന്ത്യക്കാർക്ക് അവകാശമുണ്ട്, പക്ഷെ വിദേശികൾക്കില്ലാതെ ഇന്ത്യക്കാർക്ക് മാത്രം അവകാശപ്പെട്ട ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ഇന്ത്യക്കാർക്ക് മാത്രമായിട്ടുള്ള മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15, 16, 19, 29, 30 ഇത്രയും ഇന്ത്യക്കാർക്ക് മാത്രമേ. ഇത് വിദേശികൾക്ക് അവകാശപ്പെടാൻ പറ്റില്ല ഈ ആർട്ടിക്കിൾസ്. ശരിയല്ലേ? അതൊരു പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി മറ്റൊന്ന്, ചില കടമെടുത്ത ആശയങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് എവിടെ നിന്നാണ്? അയർലൻഡ്. എന്താണ് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറയാനുള്ളത്? നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് പാർട്ട് 4 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ ഏത് മുതൽ ഏത് വരെ? ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് ഈ ആശയമുള്ളത്. അതെ, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഒക്കെ വരുന്ന ഇതിനകത്താണ്. ഗാന്ധിയൻ ആശയങ്ങൾ, അതായത് നിർദ്ദേശക തത്വങ്ങളെ പ്രധാനമായിട്ടും 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ, അതുപോലെ തന്നെ ലിബറൽ ഇന്റലക്ച്വൽ ആശയങ്ങൾ, അങ്ങനെ ഈ 3 ഭാഗമായിട്ടാണ് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ ഭാഗം 4 പ്രതിപാദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, തുല്യ ജോലിക്ക് തുല്യ വേതനം എവിടെ പറഞ്ഞിരിക്കുന്നു? നിർദ്ദേശക തത്വങ്ങളിൽ. പഞ്ചായത്തുകളുടെ രൂപീകരണം പാർട്ട് 4. 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം പരിസ്ഥിതി സംരക്ഷണം, മൃഗസംരക്ഷണം, മോണുമെന്റ്സിനെ സംരക്ഷിക്കൽ, സെപ്പറേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി 50, വേൾഡ് പീസ് 51. അത് 51A വരുമ്പോഴത്തേക്ക് അതിൽ പോയി മൗലിക ചുമതലകൾ അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങളിൽ പോയി. അത് പാർട്ട് 4A പോയി. ഇനി പൗരത്വത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? പാർട്ട് 2 പൗരത്വത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. 11 വരെയാണ് പൗരത്വത്തെ കുറിച്ച് പറഞ്ഞത്. പൗരത്വത്തെ കുറിച്ചൊരു ചർച്ച നമ്മുടെ രാജ്യത്ത് വീണ്ടും ഉയർന്നു വരികയാണ്. അത് വരുമ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കാം. ശരി, അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. അതേപോലെ തന്നെ രാജ്യസഭയിലേക്കുള്ള നോമിനേഷൻ എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാണ്? പ്രസിഡന്റ് ഇലക്ഷൻ കടമെടുത്തത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തത് എവിടെ നിന്നാണ്? എന്നാൽ സോഷ്യലിസ്റ്റ്, എക്കണോമിക്, പൊളിറ്റിക്കൽ എന്ന ആശയം കടമെടുത്തത് എവിടെയാണ്? USSRൽ നിന്നാണ്. അവശിഷ്ട അധികാരം, റെസിഡ്യൂവൽ പവേഴ്സ് കടമെടുത്തത് എവിടെ നിന്നാണ്? കാനഡ. ശക്തമായ കേന്ദ്രവും സംസ്ഥാനങ്ങളും എന്ന ഫെഡറൽ സംവിധാനം കടമെടുത്തത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. ഗവർണർമാരെ നിയമിക്കുന്ന ആശയം കാനഡയിൽ നിന്നാണ് കടമെടുത്തത്. എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ് കടമെടുത്തത്. പിന്നെ നിയമവാഴ്ച ബ്രിട്ടൻ. പാർലമെന്റുകളുടെ മാതാവ് ബ്രിട്ടൻ. ഏകപൗരത്വം ബ്രിട്ടൻ. ക്യാബിനറ്റ് സിസ്റ്റം ബ്രിട്ടനിൽ നിന്ന് കടമെടുത്താണ്. എന്നാൽ ജുഡീഷ്യൽ റിവ്യൂ എവിടെ നിന്ന് കടമെടുത്തതാണ്? അമേരിക്കയിൽ നിന്ന് കടമെടുത്താണ്. ഭരണഘടനാ ഭേദഗതി എവിടെ നിന്ന് കടമെടുത്തതാണ്? ഭരണഘടനാ ഭേദഗതിയുടെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 368 ആണ് ഭേദഗതി. ഭേദഗതി ചെയ്യാനുള്ള അവകാശം ആർക്കാണ്? പാർലമെന്റ് എന്താണ്?
ലോകസഭ, രാജ്യസഭ പ്രസിഡന്റ്. പ്രസിഡന്റ്. പാർലമെന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? പാർലമെന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 79. രാജ്യസഭ എന്ന് പറയുന്ന കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആർട്ടിക്കിൾ 80. ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്ന ലോകസഭ ആർട്ടിക്കിൾ 81. ആർട്ടിക്കിൾ 81. ശരിയല്ലേ? ഞാൻ സമ്മതിച്ചു. ശരി. ഇനി ഈ രാജ്യസഭയിലേക്കുള്ള മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന രീതി എവിടെ നിന്നാണ് എടുത്തത്? ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്, സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. എന്താണ് ഈ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ? വെയ്മർ, WEIMER, വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് രാജ്യത്തിൻ്റെതാണ്? ജർമ്മനിയുടേതാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാം, സസ്പെൻഡ് ചെയ്യാം എന്ന ആശയം എവിടെ നിന്ന് എടുത്തതാണ്? ജർമ്മനിയിൽ നിന്നാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയം എവിടെ നിന്ന് എടുത്തതാണ്? ഫ്രാൻസിൽ നിന്ന് എടുത്തതാണ്. ഇങ്ങനെ നമ്മുടെ ഒരു ബോറോഡ്, അതായത് അവേഴ്സ് ഈസ് എ ബോറോഡ് ഐഡിയാസ് ആണ് അല്ലേ? ബോറോ ചെയ്തിട്ടുള്ള ഐഡിയാസ് ധാരാളം എടുത്തിട്ടുള്ള ഭരണഘടനയാണ് നമ്മുടെ എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാൽ എന്താ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആരംഭിച്ച വർഷം ഒന്ന് ക്വസ്റ്റ്യൻ ഏതാണ്? 1948 ഏപ്രിൽ 7-നാണ് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നത്. അതെവിടെയാണ് രൂപീകരിച്ചത്? ആസ്ഥാനം ജനീവയാണ്, ജനീവ, സ്വിറ്റ്സർലൻഡിൽ. ലോക സാമ്പത്തിക ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ്? ദാവോസ്. അതെവിടെയാണ്? സ്വിറ്റ്സർലൻഡിലാണ്. ഇനി ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എവിടെയാ? 1919 അത് നിലവിൽ വന്നത്. ആസ്ഥാനം ജനീവ. ആ ഓയി തുടങ്ങുന്ന രണ്ട്, WHO, ILO രണ്ടും ഇവിടെ തന്നെയാണ്, ജനീവയിൽ തന്നെയാണ്. ശരി. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഈ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് ചിലർക്ക് ചില ആശയക്കുഴപ്പങ്ങൾ. കാരണം ഇതൊക്കെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ക്ലാസ്സിൽ സംസാരിക്കുമ്പോഴത്തേക്ക് പലരും ചോദിക്കും, അങ്ങനെ എനിക്ക് വരുന്നതാണ്. ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ യഥാർത്ഥ ഇംഗ്ലീഷ് എന്തോന്നാണ്? MGNREGA. പറയൂ. MGNREGA. ഇത് പലരും ഉഴപ്പിയാണ് പറഞ്ഞത്, രാഷ്ട്രീയക്കാർക്കൊക്കെ. നിങ്ങൾ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്, ഭയങ്കര രസമാണ്. MGNREGA എന്ന് പറയില്ല. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി കൂടെ ചേർത്തിട്ടുണ്ട്. ശരി. 2005 ആക്ട് വരുന്നത്. 2005 ഈ നിയമമാകുന്നപ്പോഴാണ്? നിയമമായി നിലവിൽ വരുന്നത് 2006 ഈ 2006 MGNREGA, അന്ന് MGNREGA ഇല്ല, NREGA ഉള്ളൂ. അപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത് എവിടെയാണ്? ബണ്ടലപ്പള്ളിയിലാണ്. അത് ഏത് സ്റ്റേറ്റിലാണ്? ആന്ധ്രാപ്രദേശിലാണ്. അത് ഉദ്ഘാടനം ചെയ്ത് ആരാണ്? സോണിയാഗാന്ധി. അത് പ്രധാനമന്ത്രിയല്ലേ ഉദ്ഘാടനം ചെയ്യാനുള്ളൂ. പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു അല്ലേ? കുഴപ്പമില്ല, മൻമോഹൻ സിംഗ് ആയിരുന്നു. അപ്പോൾ ദി ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്നുള്ള പുസ്തകം ആരെക്കുറിച്ചുള്ളതാണ്? മൻമോഹൻ സിംഗിനെ കുറിച്ചുള്ളതാണ്. റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ആയതിനു ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ആര്? മൻമോഹൻ സിംഗ്. അത് നമുക്ക് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നെ പരിശോധിക്കാം. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്ന അടിസ്ഥാനപരമായ ഏജൻസി ആരാണ്? പഞ്ചായത്താണ്. ഇത് സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്, കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. പക്ഷെ നടപ്പിലാക്കുന്ന ആരാണ്? പഞ്ചായത്തുകളാണ്. അടിസ്ഥാന യൂണിറ്റ് അപ്പോൾ ഏതാണ്? പഞ്ചായത്ത്. പേര് രജിസ്റ്റർ ചെയ്യാനുള്ള എവിടെയാണ്? പഞ്ചായത്തിലാണ്. ഈ പേര് എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യാം? എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. 18 വയസ്സ് തികഞ്ഞവർക്ക് രജിസ്റ്റർ ചെയ്യാം. ആവശ്യമുള്ളവർക്ക് 18 വയസ്സ് കഴിഞ്ഞിരിക്കണം, തൊഴിൽ ആവശ്യപ്പെടാനും പോകണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, ഞാനിപ്പോൾ ഇരിക്കുന്നത്, നമ്മളെല്ലാവരും ഇരിക്കുന്നത് നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലാണ്. 18 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് വേണമെങ്കിൽ ആനാട് പഞ്ചായത്തിൽ പോയി പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന്? അതെന്താ? അപ്പോൾ MGNREGA ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? പഞ്ചായത്തുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, പഞ്ചായത്ത് ഏരിയയിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്, പഞ്ചായത്ത് ഏരിയയിലേക്ക്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കിയ ജില്ലകൾ ഏതാണ്? ആദ്യം നടപ്പിലാക്കിയത് വയനാടാണ്. വയനാടും പാലക്കാടും. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന ഒരു ആശയമാണ്, ഒരു വെൽഫെയർ എക്കണോമിക്സിൻ്റെ ആശയമാണ്. ഈ ആശയം മുന്നോട്ട് വെച്ച എക്കണോമിസ്റ്റ് ആരാണ്? ജീൻ ഡ്രസെ. ജീൻ ഡ്രസെ എന്ന ആളാണ്. അതൊരു ബൾഗേറിയൻ എക്കണോമിസ്റ്റാണ്. പക്ഷേ അയാൾ പിന്നീട് അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ഇന്ത്യക്കാരനായി മാറി. മനസ്സിലായില്ലേ? ബൾഗേറിയൻ ബോൺ ഇന്ത്യൻ എക്കണോമിസ്റ്റാണ് ആര്? ജീൻ ഡ്രസെ ആണ് ഈ പദ്ധതി മുന്നോട്ട് വെച്ചതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഉണ്ട്, അത് ആർക്കുള്ളതാണ്? നഗരപ്രദേശത്ത്. അത് ഏത് വർഷമാണെന്ന് അറിയാമല്ലോ? 2010 ഇതേപോലെ തന്നെയുള്ള ഈ ഗ്രാമത്തിലുള്ളതുപോലെ തന്നെയാണ് ഇങ്ങനെ ഒരു പദ്ധതി ഉള്ളത്. ഒന്നുകൂടി മനസ്സിലാക്കി വെക്കണം. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം.
എന്താണ് അടിമത്തം നിരോധിച്ച വർഷം ഈ ആദ്യം ഈ അടിമത്തം ആണ് അടിമത്വം ആണ്? മലയാളത്തിന് ചോദിച്ചത് അടിമത്തം ഇത്ത ഇത്ത ഒന്ന് എഴുതിയിടാമോ? അടിമത്തം ആ അതാണ് ശരിയായത്. ശരിയായിട്ടുള്ള വാക്ക്. ശരിയായിട്ടുള്ളത്. ശരി. അപ്പൊ തിരുവിതാംകൂറിലെ അടിമത്തം നിർത്തലാക്കിയ ഭരണാധികാരിയായിരുന്നാണ് സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരുന്നത്. എന്തായിരുന്നു? വർഷം 1812 ഡിസംബർ 5. ഡിസംബർ 5. അത് വളരെ പ്രധാനപ്പെട്ടാണ് അല്ലേ? 12 ഡിസംബർ 5 റാണി ഗൗരി ലക്ഷ്മിഭായ്. പറയൂ. പിന്നെ ഉണ്ടായിരുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ് കൊച്ചിയിലെ അടിമത്ത നിരോധനം നടപ്പിലാക്കിയ വർഷം ഏതെന്നായിരുന്നു അടുത്ത സ്റ്റേറ്റ്മെന്റ്. 1845 കൊച്ചിയിൽ അടിമത്തം നിരോധിച്ചത്. ശരി. പിന്നെ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിന്റെ വർഷം. കോളേജാണ് യൂണിവേഴ്സിറ്റി, അതായത് കേരള യൂണിവേഴ്സിറ്റി അല്ല, കേരള യൂണിവേഴ്സിറ്റി കോളേജ്. കോളേജ് യൂണിവേഴ്സിറ്റി പറയുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെ, യൂണിവേഴ്സിറ്റി പറയുമ്പോൾ 1937 തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി വന്നത്. അതെ. കേരള യൂണിവേഴ്സിറ്റി കോളേജ് സ്ഥാപിച്ചതെന്നാ 1834. 1834. ഇതേപോലെ പ്രധാനപ്പെട്ട ഒരു കോളേജാണ് എറണാകുളത്ത് മഹാരാജാസ് കോളേജ്. 1875. 1875 എന്ന് കേട്ടപ്പോൾ ചോര തിളയ്ക്കണില്ലേ? പറയും. 1875 സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം രൂപീകരിക്കുന്നത്. ശരി. ഇന്ത്യക്കാർക്ക് സ്വാമി ദയാനന്ദ സരസ്വതി. ശുദ്ധി പ്രസ്ഥാനം സ്വാമി ദയാനന്ദ സരസ്വതി. മോൾ ശങ്കർ എന്നറിയപ്പെടുന്നത് സ്വാമി ദയാനന്ദ സരസ്വതി. അടുത്തത് പ്രകാശം അദ്ദേഹത്തിന്റെ കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. ശരി. 1875 അല്ലേ? ശരി. പിന്നെ 1812 വേറെ പ്രത്യേകത ഒന്നുമില്ലേ? 1812 കുറിച്യ കലാപം. 1812 കുറിച്യ കലാപം. നേരത്തെ കൊടുത്തത് ആരാണ്? രാമനമ്പിയാണ്. രാമനമ്പി യഥാർത്ഥത്തിൽ കുറിച്ച് വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു? അല്ല. കുറുമ്പനും അല്ല, രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുമല്ല. വയനാട്ടിലെ ഒരാളായിരുന്നു രാമനമ്പി. അത് വായിച്ചപ്പോഴത്തേക്ക് ഞാൻ മനസ്സിലാക്കിയതാണ്. ശരി. ഈ ഡിസംബർ 5 പ്രത്യേകത എന്താണ്? ഡിസംബർ 5 മണ്ണ് ദിനമാണ്. ഫെബ്രുവരി 4 ക്യാൻസർ ഡേ ആണ്. കേരളത്തിലെ മണ്ണ് മ്യൂസിയം എവിടെയാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ജല മ്യൂസിയം എവിടെയാണ്? കുന്നമംഗലം കോഴിക്കോട്. ശരി, ഞാനത് സമ്മതിച്ചു. ഇനി അമേരിക്കയിലെ അടിമത്തം അവസാനിപ്പിച്ചത് ആരാണ്? എബ്രഹാം ലിങ്കൻ. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഒരു ചെറിയ ക്ലാസ് കൂടെ അവസാനിക്കുകയാണ്. എങ്ങും ഒന്നും അവസാനിക്കുന്നില്ല അല്ലേ? അങ്ങനെ അവസാനിപ്പിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഞങ്ങളൊരു ചെറിയ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ 100% നിങ്ങൾ അതിനകത്ത് എഴുതുക തന്നെ വേണം. ഈ അഭിപ്രായങ്ങൾ എഴുതിയാൽ മാത്രമേ ഞങ്ങളുടെ ക്ലാസ്സുകൾ പൂർണ്ണമാകുകയുള്ളൂ. ഈ ക്ലാസ്സുകൾ കാണാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ഇതിന് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.